ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയാ പെട്ടെന്ന്. അനൈന ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ. കോൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു നോക്കിയേ. അനൈന മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമ്പോളെ, എന്നിട്ട് പറഞ്ഞേ വാട്ട് ഈസ് സ്റ്റാറ്റസ് രജിസ്റ്റർ. ഹലോ സർ. പറഞ്ഞോളൂ, എന്തായിരുന്നു സ്റ്റാറ്റസ് രജിസ്റ്റർ? ഞാൻ എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കുക, എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ റെഡി ആയി നിൽക്കുക. അനൈന ഒന്ന് പറഞ്ഞു നോക്കി. സർ അതിൽ 4 രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ ക്യാരി, സീറോ, സൈൻ ആൻഡ് ഓവർഫ്ലോ. ഓക്കെ സി ക്യാരി 1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിട്ട് കിട്ടും. അങ്ങനല്ല, നേരെ തിരിച്ച്. വെൻ നയൻത് ബിറ്റ് ബിറ്റ് സി സെറ്റ് C9, അതായത് നയൻത്ത് ബിറ്റ്. സോറി സർ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ക്യാരി C9 1 ആയി കഴിഞ്ഞാൽ ക്യാരി 1 ആയിട്ട് കിട്ടും. സി ഓക്കെ 8th ഇത് 1 ആക്കി കഴിഞ്ഞാൽ സൈൻ ബിറ്റ് 1 ആയിട്ട് കിട്ടും. സീറോ ഫ്ലാഗ് 1 ആവും. ഓവർഫ്ലോ ഫ്ലാഗ് അല്ല, റിസൾട്ട് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ നോക്കാം. ആക്ച്വലി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ ഉണ്ടായി നമ്മുടെ KTU ഗ്രൂപ്പിൽ. അപ്പം കറക്റ്റ് നമ്മൾ സ്റ്റുഡൻസുമായിട്ട് ഒന്നുകൂടി ഓരോ ഡയഗ്രാംസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ആർക്കും പെട്ടെന്ന് ക്ലിക്ക് ആവുന്നില്ല. നിങ്ങളുടെ മാത്രമല്ല, കുറച്ച് സ്റ്റുഡൻസിന്റെ മൊത്തം ഗ്രൂപ്പിൽ വന്ന ഒരു ഇതായിരുന്നു. KTU ഗ്രൂപ്പിലാണ്, നിങ്ങളുടെ ഗ്രൂപ്പിലല്ല. ഓക്കെ, അപ്പം കാരണം ഇതായിരുന്നു. നെക്സ്റ്റ് കഴിഞ്ഞ സെമ്മിൽ SDLC, അതായത് സ്വിച്ചിങ് തിയറിയും ഓൺലൈൻ സെഷൻസ് ആയതുകൊണ്ട് പിള്ളേർക്ക് വലിയൊരു ഓർമ്മ ഉണ്ടാവില്ല എന്ന് ഒരു സ്റ്റാഫ് പറയാൻ കാരണമുണ്ടായി. അതുകൊണ്ടാണ് ഇതൊന്നുകൂടി പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ആക്ച്വലി സ്റ്റാറ്റസ് രജിസ്റ്റർ ഹാവ് 4 ഫ്ലാഗ് ഹിയർ. B denoting overflow, Z zero flag, S sign flag, C denoting carry flag. അപ്പൊ ആഫ്റ്റർ പെർഫോമിംഗ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമുക്ക് ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇഫ് യു ആർ പെർഫോമിംഗ് കമ്പാരിസൺ, സപ്പോസ് A ബിനേക്കാൾ ഗ്രേറ്റർ ആണോ, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഗ്രേറ്റർ ആണെങ്കിൽ നമുക്കൊരു വാല്യൂ സെറ്റ് ആവണം. A ഡബിൾ ഈക്വൽ ടു B, വിച്ച് മീൻസ് A ഈക്വൽ ടു B ആണെങ്കിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പ്രൊസസ്സറിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി A ലെസ് ദാൻ B ആണെങ്കിൽ പ്രൊസസ്സറിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പ്രൊസസ്സർ അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അതെങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റസ് രജിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം സ്റ്റാറ്റസ് രജിസ്റ്ററിൽ കുറച്ച് ഫ്ലാഗ്സ് ഉണ്ട്. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ട്, സീറോ ഫ്ലാഗ് ഉണ്ട്, സൈൻ ഫ്ലാഗ് ഉണ്ട്, ക്യാരി ഫ്ലാഗ് ഉണ്ട്. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. A ഈക്വൽ ടു B ആണോ എന്ന് എങ്ങനെയാ പ്രൊസസ്സർ ചെക്ക് ചെയ്യുക? ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ പ്രൊസസ്സറിന് അഡീഷൻ പെർഫോം ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ, അങ്ങനെ കുറെ ടാസ്ക് പെർഫോം ചെയ്യാം. രണ്ടും ഈക്വൽ ആണെന്ന് അറിയാൻ വേണ്ടി അത് A മൈനസ് B ചെയ്ത് നോക്കും. A മൈനസ് B ചെയ്യുമ്പം ഇഫ് റിസൾട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് പറയാം A ഈക്വൽ ടു B. സോ പ്രൊസസ്സറിന് A ഈക്വൽ ടു B ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റി. ഇനി A ഗ്രേറ്റർ ദാൻ B ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? A മൈനസ് B പെർഫോം ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് നോക്കും. റിസൾട്ട് സീറോ അല്ല, ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് നമ്പർ, വിച്ച് മീൻസ് A ഗ്രേറ്റർ ദാൻ B. അങ്ങനെ ചില ഡിസിഷന്റെ ബേസ് ചെയ്തിട്ടാണ് പ്രൊസസ്സർ മനസ്സിലാക്കുന്നത് A ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ അങ്ങനെയൊക്കെ ഉള്ളത്. ഇനി നമ്മൾ പറയുന്നു A ഈക്വൽ ടു B ആണെങ്കിൽ, ആഫ്റ്റർ പെർഫോമിംഗ് A ഈക്വൽ ടു B ആണ് എങ്കിൽ A മൈനസ് B എന്തായി? സീറോ ആയി. A മൈനസ് B സീറോ ആണെങ്കിൽ നമുക്ക്
റിസൾട്ട് മൊത്തം സീറോ ആയിരിക്കും. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സീറോ ഫ്ലാഗ് നമുക്ക് നോക്കാം. എല്ലാം സീറോ ആണെങ്കിൽ സീറോ ഫ്ലാഗ് സെറ്റ് ടു 1. സീറോ ഫ്ലാഗ് 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൊസസ്സറിന് സംശയം തോന്നും എ ഈക്വൽ ടു ബി ആണോ എന്ന്. പിന്നെ ഓവർഫ്ലോ ഉണ്ടോ നോക്കൂ. ഓവർഫ്ലോ ഇല്ല, വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുള്ള ഇൻഫറൻസ് കുറച്ച് റിസൾട്ട് നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്ററിൽ സേവ് ചെയ്ത് വെക്കും. അതിലെ വാല്യൂസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് എടുക്കാം. ബ്രാഞ്ചിങ്ങിന് വേണമെങ്കിൽ ബ്രാഞ്ചിങ്, അതായത് നമുക്ക് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ജമ്പ് ബോറോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. അപ്പം ബോറോ ഉണ്ടെങ്കിൽ നമുക്ക് ജമ്പ് ചെയ്യേണ്ടി വരും. ബോറോ എന്ന് പറയുമ്പം ഒരു ക്യാരി ഉണ്ടെങ്കിൽ ജമ്പ് ചെയ്യേണ്ടി വരും. ക്യാരി നമുക്കപ്പം ക്യാരി ഫ്ലാഗിൽ പോയി നോക്കിയാൽ മതി. അപ്പം ചില ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ ഡിഫറെന്റ് ഫ്ലാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയി തോന്നുന്നു. അപ്പം ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ആഫ്റ്റർ പെർഫോമിങ് ആൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് നമ്മൾ 2 8 ബിറ്റ് ആഡ് ചെയ്തു, ഒരു ക്യാരി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാരി ഉണ്ടോ, ബേസ്ഡ് ഓൺ ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നെക്സ്റ്റ് ആഡറിലേക്ക് ചിലപ്പം ഇൻപുട്ട് ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. പ്രസൻസ് ഓഫ് ക്യാരി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ALUവിന് ടാസ്ക് കംപ്ലീറ്റ് വീണ്ടും റിവൈസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ചെക്ക് ദി സ്റ്റാറ്റസ് ഫ്ലാഗിൽ ക്യാരി ബിറ്റ് ഉണ്ടോ. ക്യാരി സെറ്റ് ആണെങ്കിൽ വിച്ച് മീൻസ് സെറ്റ് ചെയ്യുക അൺസെറ്റ് ചെയ്യുക, 0 1 വാല്യൂ മാത്രമേ ഉള്ളൂ ഫ്ലാഗിന്. ക്യാരി സെറ്റ് മീൻസ് ആഫ്റ്റർ പെർഫോമിംഗ് ദി അരിത്തമെറ്റിക് ഓപ്പറേഷൻ റിസൾട്ടിൽ ഒരു ക്യാരി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും ബൈ ചെക്കിംഗ് ക്യാരി ഫ്ലാഗ്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ദെൻ വി ആർ പെർഫോമിംഗ് സൈൻഡ് അഡീഷൻ, സൈൻഡ് സബ്സ്ട്രാക്ഷൻ. സൈൻഡ് നമ്പേഴ്സിനെയാണ്. സൈൻഡ് മീൻസ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ സൈൻ ഓഫ് ദി ഓപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? ബൈ ചെക്കിംഗ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. നമ്മുടെ ഓപ്പറേഷനിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് സൈൻ ബിറ്റ് ആണ്. അപ്പം ഈ ഓപ്പറേഷനിലെ 8th ബിറ്റ് നമ്മൾ നോക്കും. ഇതാണ് വിച്ച് മീൻസ് ദിസ് ഈസ് ദി 8th ബിറ്റ്. ഇത് നോക്കിയിട്ട് നമുക്ക് സൈൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ആഫ്റ്റർ പെർഫോമിംഗ് ദി ഓപ്പറേഷൻ വി ആർ ഗെറ്റിംഗ് ഓൾ ദി റിസൾട്ട് ആസ് 0. എല്ലാം 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0 ഫ്ലാഗ് സെറ്റ് ചെയ്യണം. ഓക്കെ, 0 ഫ്ലാഗ് എങ്ങനെയാ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം 0 ആണെങ്കിൽ വി ക്യാൻ സെറ്റ് 0 ഫ്ലാഗ്. റിസൾട്ട് എന്തെങ്കിലും 1 ആണെങ്കിൽ അല്ലെങ്കിൽ 0 അല്ലാത്ത അതർ ദാൻ നമ്പർ വന്നാൽ നമുക്കത് സെറ്റ് ചെയ്യണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ റിസൾട്ടിനെയും കൂടി 8 ബിറ്റ് റിസൾട്ടിനെ ഒരു ഓർ ഗേറ്റ് വഴി പാസ് ചെയ്ത് വിടും. ഇതിൽ എവിടെയെങ്കിലും ഒരു 1 വന്നാൽ ഓർ ഗേറ്റ് എന്തായിരിക്കും? 1 ആണ് കാണിക്കുക. വിച്ച് മീൻസ് ഇതിൽ ഏതോ ഒരാൾ 0 അല്ല എന്ന് ഓർ ഗേറ്റിന് മനസ്സിലാവും. എല്ലാം 0 ആയി റിസൾട്ടും 0 ആണെങ്കിൽ അതെന്താവും? 0 ഫ്ലാഗിനെ സെറ്റ് ചെയ്ത് വെക്കും. ഇതും ക്ലിയർ ആയി തോന്നുന്നു. ഇനി ഓവർഫ്ലോ ഫ്ലാഗ്. ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 8 ബിറ്റ് റെപ്രസെന്റേഷനിൽ -128 പോസിറ്റീവ് 127 ഇതിനുള്ളിൽ നമ്പേഴ്സിനെ മാത്രമേ നമുക്ക് 8 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. വേറൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സോർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 8 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ. അല്ലാത്ത കേസിലൊക്കെ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവും. ഒന്നുകൂടി പറയാം. നമ്പേഴ്സ് 8 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത കേസിൽ ലിമിറ്റ് ഉണ്ട് 127 ടു -128. ഇതിലല്ലാത്ത നമ്പർ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം വലിയൊരു നമ്പർ ആണ് നമ്മൾ ടാസ്ക് പെർഫോം ചെയ്യുന്നത്. ഓവർഫ്ലോ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജസിലേക്ക് പോകും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസ്ഡ് ഓൺ ഓവർഫ്ലോയിലെ വാല്യൂ സെറ്റ് ആണോ അൺസെറ്റ് ആണോ എന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കേസിലാണ് നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്ററിനെ യൂസ് ചെയ്യുന്നത്. നോക്കുക, സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ക്യാരി ഫ്ലാഗിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. 0 ഇസ് ഐഡന്റിഫൈങ് സൈൻ ഓവർഫ്ലോ. ബിറ്റ് സി സെറ്റ് if output carry of ALU equal to 1. If there is an output, carry output is there, then C bit will set. അതുപോലെ സൈൻ ബിറ്റ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ചെക്ക് ചെയ്തിട്ട് സൈൻ ബിറ്റ് സെറ്റ് ചെയ്യും. 0 ഔട്ട്പുട്ട് ഓൾ കണ്ടെയ്ൻ 0 വിച്ച് മീൻ 0 ഫ്ലാഗ് സെറ്റ്. Then V bit is performing exclusive operation. Then bit will get set. If the value between value other than 127 and -128 സെറ്റ് ആവും. ഇത്രയും കേസസ്. ആദിത്യ PP കുറച്ചുകൂടി ക്ലിയർ ആയോ ആദിത്യ? Then അഖിൽ CV.
റെസ്പോണ്ട് ചെയ്യും ആദിത്യ. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസസ്. ഇഫ് യു ആർ പെർഫോമിംഗ് ഡിഫറെന്റ് ഓപ്പറേഷൻ, നിങ്ങൾ നോക്കുക എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി ആണ് എങ്കിൽ നമുക്ക് മനസ്സിലാവും റിസൾട്ട് എ ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് റിസൾട്ട് എന്ത് ചെയ്താൽ മതി, എ മൈനസ് ബി പെർഫോം ചെയ്യാം. എ മൈനസ് ബി പെർഫോം ചെയ്യുമ്പം ഓൾ റിസൾട്ട് 0 ആണെങ്കിൽ വിച്ച് മീൻസ് എ ഈക്വൽ ടു ബി എന്നാണ്. അപ്പൊ നമുക്ക് 0 ഫ്ലാഗ് കണ്ടോ, സെറ്റ് ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതുപോലെ തന്നെ എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ എ ഒന്നുകിൽ ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ സ്മോളർ ആയിരിക്കും. അപ്പൊ 0 ഫ്ലാഗ് 0 ആണെങ്കിൽ നമുക്ക് പറയാം എന്തായാലും എയും ബിയും ഈക്വൽ അല്ല. ദർ ഇസ് എ ചാൻസ് എ ഗ്രേറ്റർ ദാൻ ബി ആകാം അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി ആകാം. പറഞ്ഞ കാര്യം മനസ്സിലായോ? ആ ഫ്ലാഗിന്റെ റോള് നിങ്ങൾ മനസ്സിലാക്കിയോ ഒന്ന്? അഭിഷേക്, അമൽ രവീന്ദ്രൻ, അനുപമ ഒന്ന് നോക്കുക. നമ്മൾ ആ ഡിഫറെന്റ് ഫ്ലാഗ്സിന്റെ റോളാണ് നോക്കുന്നത്. നോക്കുക, എ ഈക്വൽ ടു ബി മീൻസ് എയും ബിയും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എ മൈനസ് ബി നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 0 വന്നു. എല്ലാ ഔട്ട്പുട്ടും 0 ആണെങ്കിൽ ഇറ്റ് ഇസ് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെക്കിംഗ് 0 ഫ്ലാഗ്. എല്ലാം 0 ആണെങ്കിൽ 0 ഫ്ലാഗ് 1 ആണ്. അപ്പൊ നമുക്ക് എ ഈക്വൽ ടു ബി ആണെന്ന് മനസ്സിലായി. എ നോട്ട് ഈക്വൽ ടു ബി ആണെന്ന് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ സ്റ്റാറ്റസ് രജിസ്റ്ററിൽ പോയിട്ട് സെഡ് 0 ആണെങ്കിൽ തന്നെ പറയാം ഇഫ് യു ആർ ഗിവിംഗ് ഇൻപുട്ട് എ ആൻഡ് ബി രണ്ടും ഈക്വൽ അല്ല. ഇനി നോക്കിക്കോ, എ ഗ്രേറ്റർ ദാൻ ബിയും കൂടി പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം. എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് സപ്പോസ് നിങ്ങൾ വിചാരിക്കുക. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നോക്കുക, എ ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, സെഡ് 1 ആയിരിക്കും. അതായത് റിസൾട്ട് എല്ലാം 0 ദെൻ സെഡ് സെറ്റ് ടു 1. ഹിയർ സെഡ് ഈക്വൽ ടു 0 മീൻസ് ഔട്ട്പുട്ട് എന്തോ വന്നിട്ടുണ്ട്. ആ ഔട്ട്പുട്ട് എല്ലാ ബിറ്റും 0 അല്ല. എല്ലാം 0 ആണെങ്കിൽ അത് ഈക്വൽ ആയനെ, 0 ഫ്ലാഗ് സെറ്റ് ആയനെ. അത് സെറ്റ് അല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി 0 ആണ്, മീൻസ് ഗ്രേറ്റർ വാല്യൂ ആണ്. ഇനി ക്യാരി ഈക്വൽ ടു 1, ക്യാരി മീൻസ് നമ്മൾ എ മൈനസ് ബി ചെക്ക് ചെയ്ത് നോക്കും ഗ്രേറ്റർ ആണോ അല്ലയോ എന്നറിയാം. ചെയ്ത് നോക്കുമ്പോൾ ചില നമ്പേഴ്സിൽ ക്യാരി ഔട്ട്പുട്ട് വരും. സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പം വലിയ സബ്സ്ട്രാക്ഷൻ ആണ് എങ്കിൽ ചിലപ്പം ക്യാരി ഔട്ട്പുട്ട് വരും. അപ്പം ഐദർ ചെക്കിംഗ് സെഡ് ഓർ സി ക്യാരി ഫ്ലാഗ് നമുക്ക് മനസ്സിലാവും എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന്. ഇനി ഈ കണ്ടീഷൻ എങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എ ലെസ് ദാൻ ബി ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ മാത്രമേ ക്യാരി ഫ്ലാഗ് 1 ആയിട്ട് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം എ സപ്പോസ് ലെസ് ദാൻ ബി ആണെങ്കിൽ ക്യാരിയുടെ വാല്യൂ 0 ആയിരിക്കും. ഒക്കറൻസ് ഓഫ് ക്യാരി ഒരിക്കലും ഉണ്ടാവില്ല. ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ ക്യാരി ഫ്ലാഗിന് ഒരു ചേഞ്ച് വരുള്ളൂ. ദെൻ അക്കോർഡിംഗ്ലി ബൈ ചെക്കിംഗ് സെഡ് ആൻഡ് സി നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഗ്രേറ്റർ ആണോ സ്മോളർ ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡിഫറെന്റ് ഫ്ലാഗിന്റെ റോള്. സപ്പോസ് വി ആർ പെർഫോമിംഗ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ, മേ ബി കമ്പാരിസൺ ആവാം, അഡിഷൻ ആവാം. സോ റിസൾട്ടിനെ ഇൻഫറൻസ് ചെയ്യുന്നത് ഗ്രേറ്റർ ആണോ അല്ലയോ അങ്ങനെയുള്ള ഇൻഫറൻസ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്ലാഗിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു റോളാണ് സ്റ്റാറ്റസ് രജിസ്റ്റർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? കുറച്ചുകൂടി അർപ്പിത്. ഇനി നിങ്ങൾ നോട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഫാത്തിമ, റംഷാദ, ഹൃദുൽ, ജറീഷ്, ഇസ്മായിൽ. ലിഖിത് എൻ വി, ഈ ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ലിഖിത് എൻ വി, ഈ ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. സപ്പോർട്ട് ചെയ്യും ഞാൻ. ആ പണ്ട് പറഞ്ഞാണ്. ഇന്നലത്തെ എന്തായിരുന്നു ഇത്? സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് നമ്മുടെ ഒരു ഔട്ട്പുട്ടിന്റെ ബേസില്. അല്ല ഇതല്ല, ഡയഗ്രാം മാറി. ഇപ്പൊ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എത്തി. എന്റെ നെറ്റിലേക്ക് അക്കൗണ്ട് കിട്ടുന്നില്ല. ആ ഓക്കെ. മാറി.
വന്നോ? ലിഖിത് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. വന്നോ? ഹൃദുലിന് വന്നോ? ഹൃദുൽ ഫസ്ന അബ്ദുൾ ലത്തീഫ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഫസ്ന 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 ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. എക്സ്പ്ലെയിൻ ദിസ് ഡയഗ്രാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് തരൂല കേട്ടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എന്തിനാ അറ്റൻഡൻസ്? ഫാത്തിമ റംഷാദ മുഹമ്മദ് നാസി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. മുഹമ്മദ് നാസി നാസിഫ് ഓക്കെ. മുഹമ്മദ് നാസിഫ് മുഹമ്മദ് നിഹാൽ മുഹമ്മദ് നിഹാൽ നാസിഫ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മൈക്ക്. എല്ലാവർക്കും സ്മാർട്ട് ഫോൺ തന്നെയല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ, തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. മുഹമ്മദ് നാസിഫ് നിങ്ങൾ എന്തിനാ പിള്ളേരെ ഇങ്ങനെ സമയം കളയുന്നത്? വെറുതെ ഓൺലൈനിൽ വന്നിട്ടെന്നാല് ഒരു അക്ഷരം പഠിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. എനിക്ക് സമയം കളയാൻ താല്പര്യമില്ല. ആമിന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ ഡയഗ്രാം ഓർമ്മയുണ്ടോ? അമിന അറ്റൻഡൻസ് പറയാൻ പറയുമ്പോ എല്ലാം സ്പോട്ടിൽ വരുന്നുണ്ടല്ലോ. ഇതിപ്പോ ആരും ഇവിടെ ഇല്ല. അമിന ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. അനൈന സോറി, അനൈന ഞാൻ വിളിച്ചു. അഞ്ജിത അഞ്ജിത രജിത്ത് എല്ലാരും ഓൺലൈൻ ഓൺ ആക്കിയിട്ട് അങ്ങ് പോവല്ലേ? ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതുക. ഡിസൈൻ ഓഫ് കോമ്പിനേഷണൽ ലോജിക് ഷിഫ്റ്റർ. ഷിഫ്റ്റർ ഡിസൈൻ ഓഫ് കോമ്പിനേഷണൽ ലോജിക് ഷിഫ്റ്റർ. ഒരാൾ റെസ്പോണ്ട് ചെയ്ത്. അമൽ സുരേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടോ? 5 പേരെങ്കിലും ഉണ്ടോ ഓൺലൈനിൽ? അഭിനവ് ഓക്കെ. അമൽ ഓക്കെ. ശ്രദ്ധിക്കുക, നമ്മളിപ്പം ഒരു കോമ്പിനേഷൻ ലോജിക് ഷിഫ്റ്ററിന്റെ ടാസ്ക് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഷിഫ്റ്റർ നമുക്കറിയാം, ALU താഴെ, ALUയുടെ താഴെ നമ്മൾ ഷിഫ്റ്റർ വരച്ചു വെച്ചിട്ടുണ്ട്. സോ ഒരു ഷിഫ്റ്റർ ക്യാൻ പെർഫോം ലെഫ്റ്റ് ഷിഫ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓർ റൈറ്റ് ഷിഫ്റ്റ് ഒരു ഷിഫ്റ്ററിന് പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ഷിഫ്റ്റ് ഓർ റൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ ഒരു വാല്യൂസും ALUന്ന് പുറത്തേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ 0 വാല്യൂ. അങ്ങനെ 4 കാര്യങ്ങളാണ് ഒരു ഷിഫ്റ്ററിന് പെർഫോം ചെയ്യാൻ പറ്റുക. അഭിനവ് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യോ? അഭിനവ് സോറി, മ്യൂട്ട് ചെയ്യോ? ഓക്കെ. അപ്പം ഡിസൈൻ ഓഫ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഷിഫ്റ്ററിന് 4 ഡിഫറെന്റ് ടാസ്ക് പെർഫോം ചെയ്യാം. ഐദർ ഇറ്റ് ക്യാൻ പെർഫോം ലെഫ്റ്റ് ഷിഫ്റ്റ് ഓർ റൈറ്റ് ഷിഫ്റ്റ് പെർഫോം ചെയ്യാം. ഓർ ഇറ്റ് ക്യാൻ ഡയറക്ട്ലി ട്രാൻസ്ഫർ ദി ഡാറ്റ ടു ഔട്ട്പുട്ട്. പുറത്തേക്ക് സെയിം ഡാറ്റ അതിന് പാസ് ചെയ്യാം. അതർവൈസ് ഇറ്റ് ക്യാൻ പാസ് 0.
ഒരു ഇൻഫർമേഷനും പാസ് ചെയ്യാതെ സീറോനെ അതിന് പാസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 4 ടാസ്ക് ആണ് ഒരു ഷിഫ്റ്റർ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഡയഗ്രാം ഇതാണ് ഷിഫ്റ്ററിന്റെ ഡയഗ്രാം. ഷിഫ്റ്ററിന്റെ കോൺസെപ്റ്റ് ഇതാണ്. ഹിയർ വി ഹാവ് 2 സെലക്ഷൻ ലൈൻസ് H1 ആൻഡ് H0. H1 ആൻഡ് H0 പാരലി എല്ലാ മൾട്ടിപ്ലക്സറിലേക്കും ഇങ്ങനെ കണക്റ്റഡ് ആണ്. ദിസ് ഈസ് 4 ഇൻപുട്ട് 1 ഔട്ട്പുട്ട് മൾട്ടിപ്ലക്സർ. 4 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്, 2 സെലക്ഷൻ സിഗ്നൽ. ഇപ്പൊ 2 സെലക്ഷൻ സിഗ്നൽസ് ഉള്ളത് കൊണ്ട് ഇൻഡിവിജ്വലി 4 ആക്ഷൻസിന് ഇതിന് പെർഫോം ചെയ്യാൻ പറ്റും. 2 സെലക്ഷൻ സിഗ്നൽ ഉള്ളത് കൊണ്ട് 4 ആക്ഷൻസ്. ഫസ്റ്റ് വൺ, ഡയറക്ട്ലി പാസിംഗ് ദി ഇൻപുട്ട് ഡാറ്റ, ഡയറക്ട്ലി പാസിംഗ് ദി സെയിം ഇൻപുട്ട് ഡാറ്റ. സെക്കൻഡ് ഓപ്ഷൻ, ഇറ്റ് ക്യാൻ പെർഫോം റൈറ്റ് ഷിഫ്റ്റ്. തേർഡ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓർ ഒരു ഡാറ്റയും പാസ് ചെയ്ത് അതിന് 0 പാസ് ചെയ്ത് കൊടുക്കാം. ഇനി സപ്പോസ് H1 ആൻഡ് H0 ഈ 0 0, H1 ഉം H0 0 0 ആണെങ്കിൽ നോ ഷിഫ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ്. എന്താണോ ഇൻപുട്ട് അത് തന്നെ ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പൊ ഓർക്കുക, H1 ആൻഡ് H0 is 0 0, which means 0 0 means 0. 0 ആണെങ്കിൽ എന്താണോ ഇൻപുട്ട് എന്താണോ വന്നത് അത് അതുപോലെ ഔട്ട്പുട്ട്. ഹിയർ F4 is the ഇൻപുട്ട്. മൾട്ടിപ്ലക്സർ S4ലേക്ക് F4നെ തന്നെ ഔട്ട്പുട്ട് ചെയ്യും. ഹിയർ F3 is the ഇൻപുട്ട്. മൾട്ടിപ്ലക്സർ S3നെ ഔട്ട്പുട്ട് ചെയ്യും. ഹിയർ ഇറ്റ് ഈസ് F2 F2നെ തന്നെ S2ലേക്ക് ഔട്ട്പുട്ട് ചെയ്യും. സോ എഴുതി വെക്കുക, 2 സെലക്ഷൻ സിഗ്നൽ in shifter. We have 2 selection signal H1 and H0. H1 and H0. When it is 0 0, no shift is executed. No shift is executed. ആദിത്യ PP അവിടെ ഉണ്ടോ? ആദിത്യ, ഇപ്പം കറന്റ് 49 സ്റ്റുഡൻസ് ആണുള്ളത്. ഞാനിത് സ്ക്രീൻഷോട്ട് ചെയ്യും. ഇവർക്ക് മാത്രമേ അറ്റൻഡൻസ് ഉണ്ടാവുള്ളൂ. ഒറ്റ സെക്കൻഡ്. ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യും. ഓക്കെ, ചെയ്തു. ദെൻ നോക്കുക, when it is 0 1, right shift is executed. 0 1 means right shift. അപ്പൊ നിങ്ങൾ ഓർക്കുക, 0 1 ഇൻഡിക്കേറ്റിംഗ് 1 ആണെന്ന് ഓർക്കുക. 0 1 ഇൻഡിക്കേറ്റിംഗ് 1. സപ്പോസ് ഇറ്റ് ഈസ് 1, നോക്കുക ഇൻപുട്ട് വരുന്നത് കണ്ടോ? ഇൻപുട്ട് F4ലേക്ക് വന്ന ഇൻപുട്ട് ഡയറക്ട്ലി ഷിഫ്റ്റഡ് റൈറ്റ് ടു രണ്ടാമത്തെ മൾട്ടിപ്ലക്സറിന്റെ ഒന്നിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇൻപുട്ട് നെക്സ്റ്റ് ഇപ്പം കണ്ടന്റ് ഇപ്പൊ ഓർക്കുക, നമുക്ക് 4 കണ്ടന്റ് ഉണ്ട്. 4ഉം ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലാണുള്ള അല്ലെങ്കിൽ ലാച്ചിലുള്ളതെന്ന് കരുതുക. അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഒരു ബിറ്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ മീൻസ് നോക്കുക, F4 റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കമ്മിങ് ടു ഇവിടെ വന്നു. F3 റൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ മൾട്ടിപ്ലക്സറിന്റെ ഇവിടെ വന്നു. F2 റൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നു, ഈ പൊസിഷനിലേക്ക് വന്നു. ഇവിടെ മാത്രം ഇൻപുട്ട് ഇല്ല. സോ എക്സ്റ്റേണലി വന്ന ഇൻപുട്ട് IR ആണ് ഫസ്റ്റ് മൾട്ടിപ്ലക്സറിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി തോന്നുന്നു. എഴുതുക, H1 ഈക്വൽ ടു 0, H0 ഈക്വൽ ടു 1, H0 ഈക്വൽ ടു 1. ഷിഫ്റ്റ് റൈറ്റ് ഈസ് എക്സിക്യൂട്ടഡ്, comma
ഐ ആർ. ഈ ഐ ആർ ആണ് ഉദ്ദേശിച്ചത്. ഐ ആർ കംസ് ടു ഫസ്റ്റ് മൾട്ടിപ്ലക്സർ. ഐ ആർ കംസ് ടു ഫസ്റ്റ് മൾട്ടിപ്ലക്സർ. ബ്രാക്കറ്റിൽ ലെഫ്റ്റ് സൈഡ് എന്ന് എഴുതിക്കോ. ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് മൾട്ടിപ്ലക്സറിൽ ഒരു ബിറ്റ് വരും. ബാക്കി എല്ലാ ബിറ്റും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകും. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് എഴുതാ 1 0. h1 ഈക്വൽ ടു 1, h0 ഈക്വൽ ടു 0. h1 ഈക്വൽ ടു 1, h0 ഈക്വൽ ടു 0. ലെഫ്റ്റ് ഷിഫ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ്. ലെഫ്റ്റ് ഷിഫ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ്. ബിറ്റിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഓർക്കുക. ഈ ഒരു ബിറ്റിനെ കണ്ടോ? ഈ ഒരു ബിറ്റ് ഇവിടെ വന്നു. ഈ ഒരു ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക്. F1 ഈസ് അവർ ഇൻപുട്ട്. അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. സെക്കൻഡ് നമ്മൾ പറയുന്നത് 1 0 ആണ്. ഇറ്റ് ഈസ് 2. 2ലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെച്ചു. F2നെ നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് 2ലേക്ക് കൊടുത്തു. F3നെ നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് 2ലേക്ക് കൊടുത്തു. ഫസ്റ്റിലേക്ക് എന്ത് വന്നു? ഒരു ഇൻപുട്ട് IL വന്നു. ഈ ഒരു ഇതിലേക്ക് ഒരു IL ഇൻപുട്ട് വന്നു. ബാക്കി എല്ലാ ബിറ്റ്സും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ എഴുതി വെക്കുക 1 0. ലെഫ്റ്റ് ഷിഫ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ്. ലെഫ്റ്റ് ഷിഫ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ്. ഇൻപുട്ട് F1. ഇൻപുട്ട് F1 goes to input F1 goes to input F1 goes to multiplexer 2 for output S2. എന്നാലേ നിങ്ങൾക്ക് ഇതാണെന്ന് മനസ്സിലാവുള്ളൂ. ഇൻപുട്ട് F1 goes to multiplexer 2 for output S2. For output S2. ഇനി ലാസ്റ്റ് കാര്യം, h1 ഈക്വൽ ടു 1 ആൻഡ് h0 ഈക്വൽ ടു 1. രണ്ടും 1 ആണെങ്കിൽ h1 ഈക്വൽ ടു 1, h0 ഈക്വൽ ടു 1. നോ ഓപ്പറേഷൻസ്, വിച്ച് മീൻസ് എന്താ? ഇറ്റ്സ് ഔട്ട്പുട്ടിങ് 0. കണ്ടോ? ഹിയർ വി ഹാവ് എ 0 ലൈൻ. 0 ആയൊരു ലൈൻ ഉണ്ട്. കണക്റ്റഡ് ടു ഓൾ 3. എല്ലാ 3ലേക്കും അത് കണക്റ്റഡ് ആണ്. വെൻ h1 ഈക്വൽ ടു 1 ആൻഡ് h0 ഈക്വൽ ടു 1, നോ ഓപ്പറേഷൻ, ഷിഫ്റ്റർ ഔട്ട്പുട്ട് 0. അതായത് നമ്മുടെ ഔട്ട്പുട്ട് വരുന്ന ബസ്സിലേക്ക് ഷിഫ്റ്റർ പ്രീവിയസ്ലി ഉള്ള ഇൻഫർമേഷൻ ഒന്നും കൊടുക്കുന്നില്ല. 0 വാല്യൂ ആണുള്ളത്. ഒന്നുകിൽ വന്ന ഇൻപുട്ട് ഡയറക്റ്റ്ലി കൊടുക്കും, അതർവൈസ് ഷിഫ്റ്റ് റൈറ്റ് ഓർ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടും കൊടുക്കുന്നില്ല. അത് നമ്മൾ 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു വാല്യൂ റീസെറ്റ് ചെയ്ത ഫീൽ തന്നെയാണ്. ഒരു വാല്യൂ ഉണ്ടാവില്ല, ഔട്ട്പുട്ടിലേക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. നോ ഓപ്പറേഷൻസ് പെർഫോംഡ്. ഇത് ക്ലിയർ ആണോ? നോ ഓപ്പറേഷൻസ് പെർഫോംഡ്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇനി ഏറ്റവും ബേസിക് കോൺസെപ്റ്റിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 1 clock pulse is needed to transfer the data into shift register. ഫസ്റ്റ് ഓരോ ക്ലോക്ക് പൾസിലാണ് ഓരോ ഇൻസ്ട്രക്ഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഡാറ്റ ട്രാൻസ്ഫർഡ് ഇൻ ടു ഷിഫ്റ്റ് രജിസ്റ്റർ ആൻഡ് വി ആർ യൂസിങ് അനദർ ക്ലോക്ക് പൾസ് ഫോർ ഷിഫ്റ്റ് ഓപ്പറേഷൻ. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യുക. ക്ലോക്ക് പൾസ്, ഫസ്റ്റ് ക്ലോക്ക് പൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ ഫെഡിങ് ഇൻ ടു ഷിഫ്റ്റ് രജിസ്റ്റർ. ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി വേറൊരു ക്ലോക്ക് പൾസും കൂടി വേണം. Then we are taking another clock pulse. ഓരോ ക്ലോക്ക് പൾസിലാണ് ഓരോ ഓപ്പറേഷൻ നടക്കുക. റിസൾട്ടിനെ വേറൊരു രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ we are taking another clock pulse. We are taking another clock pulse for transferring the data into destination register.
അപ്പൊ ടാസ്കിന്റെ ടൈം ടു കംപ്ലീറ്റ് എ ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ക്ലോക്ക് സൈക്കിൾ ആണ്. ഇഫ് നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾ ഇൻക്രീസ്, വി ആർ സെയിങ് ഓപ്പറേഷന് കുറെ സമയം വേണം, ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി കുറെ സമയം വേണം. അപ്പം ഇങ്ങനെയുള്ള ഡിലേ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ഫോർ കോമ്പിനേഷണൽ സർക്യൂട്ട്. കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്യൂട്ട് തന്നെ മൾട്ടിപ്പിൾ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സർക്യൂട്ട് ഉണ്ട്, അതിനെ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷണൽ ലോജിക്ക് നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോക്ക് പൾസിനെ നമുക്ക് ലാഭിക്കാം. അപ്പൊ കോമ്പിനേഷണൽ സർക്യൂട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് ഷിഫ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്ന സമയം, ലോഡ് ചെയ്ത് വേറെ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്ന സമയം, അതൊക്കെ നമുക്ക് ഡിക്രീസ് ചെയ്യാം ഇഫ് യു ഹാവ് എ കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഷിഫ്റ്ററിൽ ഓർത്തിരിക്കേണ്ടത്. ഷിഫ്റ്റർ. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ കൂടി പറയാം. ഓക്കെ, അതിനു മുന്നേ നമ്മൾ അന്ന് തന്ന ഒരു അസൈൻമെന്റിന്റെ ആൻസർ പറയാനുണ്ടായിരുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഹൗ ടു പെർഫോം മൂവ് കണ്ടന്റ് ഓഫ് R1 ടു R2. R2ലേക്ക് എങ്ങനെ യൂസിങ് 3 ബസ് ഓർഗനൈസേഷനിൽ പാസ് ചെയ്യാം. 3 ബസ് ഓർഗനൈസേഷനിൽ ഇതെങ്ങനെ പാസ് ചെയ്യാം? സോ ദിസ് ഈസ് ദി ആൻസർ. ആൻസർ ഇത്രയേ ഉള്ളൂ. 1 2 3 3 സ്റ്റെപ്സ് ഡിനോട്ട് ചെയ്യുന്നത് ഫെച്ചിങ് ഇൻഫർമേഷൻ ഫ്രം ദി കമ്പ്യൂട്ടർ മെമ്മറി. സോ വി ഹാവ് ഇൻസ്ട്രക്ഷൻ മൂവ് R1, R2. 3 ബസ് ഓർഗനൈസേഷൻ ആണ്. 3 ബസ് ഓർഗനൈസേഷനിൽ നമ്മുടെ മെമ്മറി ഇവിടെ ഉണ്ട്. ദെൻ മെമ്മറിയിലെ ഇൻഫർമേഷൻ ആണ് മൂവ് കണ്ടന്റ് ഓഫ് R1. R1ലെ ഒരു കണ്ടന്റ് മൂവ് ചെയ്യാം ടു R2. ഫസ്റ്റ് വി ഹാവ് ടു ഫെച്ച് ദിസ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. ഫെച്ച് ദിസ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. അപ്പൊ അതിനുവേണ്ടി കണ്ടന്റ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് പാസ് ചെയ്യുന്നു. ഇത് 3 ബസ് ഇൻസ്ട്രക്ഷന്റെ ഡയഗ്രാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. ഇനി ഓർത്തിരിക്കുക, നമ്മുടെ ഇൻസ്ട്രക്ഷൻ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഫസ്റ്റ് 3 ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പം ഇൻസ്ട്രക്ഷൻ എവിടെ ഉണ്ടാവും? മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു ടാസ്ക് ആണ് നമ്മളിവിടെ ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് നോക്കുക, പ്രോഗ്രാം കൗണ്ടറിന്റെ ഔട്ട്പുട്ട് കണ്ടന്റ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ ഈസ് എ മെമ്മറി ലൊക്കേഷൻ കമ്മിങ് ടു RB ഇങ്ങനെ വരുന്നു. സോ R ഈക്വൽ ടു B എന്ന് പറയുന്ന സിഗ്നൽ എന്താണ്? B ഇൻപുട്ടിനെ എടുക്കുന്നു, ഫ്രം ദി ബസ് ബിനെ എടുക്കുന്നു. ഇതിങ്ങനെ വന്നു, ഈ ഡയറക്ഷനിൽ വന്നു, ലോഡിംഗ് ടു MAR മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ലോഡ് ചെയ്ത് വി ആർ പാസിങ് എ റീഡ് സിഗ്നൽ പാസ് ചെയ്തു.
സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യുന്നു, വെയിറ്റിംഗ് ഫോർ മെമ്മറി ഫംഗ്ഷൻ ടു കംപ്ലീറ്റ്. ഈ ടാസ്ക് കഴിയുമ്പം മെമ്മറി ഡാറ്റ രജിസ്റ്ററിലാണ്, കണ്ടോ, മെമ്മറി ബസ് നിന്ന് കമ്മിങ് ടു മെമ്മറി ഡാറ്റ രജിസ്റ്റർ. ഡാറ്റ രജിസ്റ്റർ ഡയറക്ട്ലി ഫെഡ് ആവുന്നത് നോക്കുക. ആ ഇൻസ്ട്രക്ഷൻ ഫെഡ് ആവുന്നത് എങ്ങോട്ടാണ്? ബി ബസ്സിലാണ്. മെമ്മറി ഡാറ്റ രജിസ്റ്റർ ഇങ്ങനെ വന്നു, ഇൻസ്ട്രക്ഷൻ ബി ആർ ഈക്വൽ ടു ബി സിഗ്നൽ വഴി പുറത്തു വന്നിട്ട് എങ്ങനെ വന്നു? IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഫെഡ് ആയി. ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞേ, ഇനി രജിസ്റ്ററിൽ കണ്ടന്റ് ഓഫ് R1 ഔട്ട്, R1 ഔട്ട് എന്ന് പറയുന്ന ഡാറ്റ മീൻസ് കണ്ടന്റ് ഓഫ് R1 ബി രജിസ്റ്ററിലേക്ക് വന്നു. ആർ ഈക്വൽ ടു ബി എന്ന് പറയുമ്പം ALU ആരെത്തി? ആ ഡാറ്റ എത്തി. അത് നമുക്ക് എന്ത് ചെയ്യാം? R2 ഇന്ന് കൊടുക്കാം. കാരണം ഇവിടെയാണ് ഇൻറ്റ് വരിക. R2 ഇന്ന് കൊടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ, അസൈൻമെന്റിന് തന്ന ഇൻസ്ട്രക്ഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതാരെങ്കിലും ചെയ്തായിരുന്നോ? ഞാൻ ആൻസേഴ്സ് നോക്കിയിട്ടില്ല. ഇതാരെങ്കിലും ചെയ്തായിരുന്നോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഏകദേശം മനസ്സിലായോ നിവേദ്യ? അഭിനവ് ചെയ്ത് നോക്കിയായിരുന്നോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 2-3 എക്സാമ്പിൾ കമ്മിങ് ക്ലാസ്സിൽ പറയാം. ക്ലിയർ ആയി തോന്നുന്നു. പിന്നെ ഷിഫ്റ്റ് രജിസ്റ്റർ ഓർക്കുക. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ട്. ലേറ്റ് ആയി വന്നവർ ഓർക്കുക,